നഫീസത്തിൽ മിസ്രിയെ പോലെ പോകണ്ടേ, തിന്നൂറിൽ മിസ്രിയെ പോലെ പോകണ്ടേ, മഹദിയായ മാഷിദ ബീവിയെ പോലെ ഖബറിനകത്ത് കിടന്നു സുഖിക്കണ്ടേ പൊന്നുമോളെ. കരഞ്ഞോ പൊന്നുമോളെ. അത് റമളാനിന്റെ മാസമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, റമളാൻ മാസത്തിൽ ആരെങ്കിലും ഒരായത്തോതിയാല്, റമളാൻ മാസത്തിൽ ആരെങ്കിലും പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്തോതിയാ, മഹാനായ അബൂദർ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ആരെങ്കിലും ഒരു ദിവസം ഒരായത്തോതിയാൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 100 വർഷം നിസ്കരിച്ച പ്രതിഫലമാ പൊന്നുപോള്. അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരായത്ത് 6666 ആയത്തുകൾ, 114 സൂറത്തുകൾ. പൊന്നുമോളെ, ഖുർആനിലെ ഖുൽ ഹുവല്ലാഹു അഹദ് ഒരായത്തോതിയാ നിനക്ക് കിട്ടുന്ന പ്രതിഫലം 100 വർഷത്തെ നിസ്കാരത്തിന്റെ പ്രതിഫലമാ. പറയുന്നത് സിറാജല്ല, അല്ലാഹുവിന്റെ റസൂലാ പറയുന്നത്. 100 വർഷം ഇബാദത്ത് ചെയ്ത പ്രതിഫലമാ പൊന്നുമോളെ. പാടാകാതെ ഖുർആൻ ഓതിക്കോ, റമളാനിലെ ഖത്ം ഓതി തീർത്തോ. പ്രായമുള്ള ഉപ്പമാരോട് ഉമ്മമാരോട് ഈ ആയുസിന്റെ ഇടയിൽ ഒരത്തമെങ്കിലും ഓതാ തയ്യാറെടുത്തോ. എന്റെ പ്രിയമുള്ളവരെ, റമളാൻ മാസമാണ്. റമളാൻ മാസം വന്നിട്ട് നന്നാവാത്തവനുണ്ടല്ലോ, റമളാൻ മാസം വന്നിട്ട് നന്നാവാത്തവനുണ്ടല്ലോ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല പറയുകയാണ്, റമളാൻ മാസം നല്ല രീതിയിൽ വിട പറഞ്ഞു പോയില്ലെങ്കിൽ, റമളാൻ മാസം സന്തോഷത്തോടെ വിട പറഞ്ഞു പോയില്ലെങ്കിൽ, അടുത്ത റമളാനിന് മുമ്പ് ആ മനുഷ്യൻ മരണപ്പെട്ടാൽ അവൻ നരകത്തിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. വിശുദ്ധമായ റമളാൻ മാസം നമ്മളിൽ വന്നു ഒരു അതിഥിയായിട്ട്. എന്നിട്ട് നമ്മുടെ അതിഥി കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയ അടുത്ത റമളാനിന് മുമ്പ് നീ മരിച്ച നിനക്ക് നരകം നിർബന്ധമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരായത്ത്, വേറൊന്നും വേണ്ടല്ല, ഈ ഒറ്റ ഹദീസ് മതിയല്ലോ. അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരായത്ത്, ഇന്നാ അഅതൈനാകൽ കൗസർ, അലിഫ് ലാം മീൻ, അതിനെക്കാലേ ഒന്നുമില്ല. അലിഫ് ലാം മീൻ താഹ, രണ്ടരീക്കണം. അള്ളാന്റെ ഖുർആനിലെ ഒരായത്ത് ഓതിയ ആ 100 വർഷം ഇബാദത്ത് ചെയ്ത പ്രതിഫലമാണ്. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രയൊക്കെ പറഞ്ഞാലും ചിലരുടെ മനസ്സിലിറങ്ങൂല, ഇത്ര കേട്ടാലും നമ്മുടെ മനസ്സെത്രയായി പോയി. മനുഷ്യ ഒന്ന് ചിന്തിക്കുക, എല്ലാ ശൈത്താന്മാരെയും അള്ള കെട്ടിയിട്ടിരിക്കല്ല, എല്ലാ ശൈത്താന്മാരെയും അള്ളാഹു ചങ്ങലയിൽ കെട്ടിയിട്ടിരിക്കാൻ. എന്നാലും നമ്മൾ എന്തിങ്ങനെ ആയിപ്പോയി ചോദിക്കും. ചിലപ്പോ കാണുമ്പോ ചോദിക്കും, പരസ്യമായിട്ട് റമളാൻ മാസത്തിൽ നിന്ന് സിഗരറ്റ് വലിക്കുന്നവനെ കാണുമ്പോ ചോദിക്കും, ഉസ്താദെ എല്ലാ ശൈത്താനെയും കെട്ടിയിട്ടല്ലോ, പിന്നെ ഈ ശൈത്താനേത്? അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഓന്റെ രക്തത്തിൽ ശൈത്താൻ അലിഞ്ഞുപോയി മനുഷ്യ, ഇനി അവനെ നന്നാക്കാൻ അള്ളാഹിക്കൊണ്ട് പറ്റും. അങ്ങനെ ചിലതുണ്ട്, അങ്ങനെ ചില മനുഷ്യരുണ്ട്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധമായ റമദാൻ എന്ത് പ്രതിഫലം! ഇത് പെങ്ങന്മാരി അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാനിന്റെ പ്രതിഫലത്തെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. നമുക്കിനി അടുത്ത റമദാൻ ഇല്ല, നാളെ അടുത്ത റമദാൻ ഇല്ല. ഇന്നലെ ഒരു കുടുംബത്തിൽ 9 പേര് നോമ്പ് മുറിക്കാൻ പോയത്. ഒരു മരിച്ച വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലേക്ക് നോമ്പ് മുറിക്കാൻ പോയി. കഴിഞ്ഞില്ല, എല്ലാം കഴിഞ്ഞില്ല. ഇത്രയേ ഉള്ളൂ മക്കളുടെ ജീവിതത്തിന്റെ ആയുസ്. ഈ വഴുതു പറയണ, ഞാൻ ഇന്നെന്റെ വീടെത്തുമെന്ന് എനിക്കുറപ്പില്ല, അള്ളാഹു നമുക്കൊക്കെ നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ഉസ്താദ് വഴുതു പറഞ്ഞുകൊണ്ടിരിക്കുക, ഉസ്താദ്മാർക്കൊക്കെ അറിയാം. ഒരു ഉസ്താദ് വഴുതു പറഞ്ഞുകൊണ്ടിരിക്കുക, സ്റ്റേജിൽ ഇതുപോലെ നിന്ന് വഴുതു പറയുക. ഫേസ്ബുക്കിലൊക്കെ നോക്കിയാൽ കാണാം ഉസ്താദിന്റെ അവസാന പ്രസംഗം. അദ്ദേഹം ഇങ്ങനെ മരണത്തെ നിങ്ങൾ ഓർക്കണേ എന്ന് മൈക്കിന്റെ മുന്നിൽ നിന്നിട്ട് പ്രസംഗിക്കുക. മരണത്തെ നിങ്ങൾ ഓർക്കണേ, മരണചിന്ത ഉണ്ടാകണേ എന്ന് 3 പ്രാവശ്യം പറഞ്ഞു. 4ാമത് അല്ലാഹ് എന്ന് വിളിച്ച് സ്റ്റേജിൽ വീണ് കഴിഞ്ഞപ്പോഴേ മരണത്തെ കുറിച്ച് പ്രസംഗിച്ചുകൊണ്ട് നിന്നപ്പോ മരിച്ചു. അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാർ. എത്രയുള്ള സഹോദരങ്ങൾ, ആരാ എത്രയോ കബറാളികൾ കിടക്കണം, എത്ര കാനങ്ങാടിനെ വിറപ്പിച്ച എത്രയോ കൊലവമ്പന്മാർ, എത്രയോ കോടീശ്വരന്മാര് കിടക്കണ ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും തിരിഞ്ഞു നോക്കുന്നുണ്ടോ ഈ പള്ളിക്കാട്ടിൽ? നിങ്ങൾ പോകുന്നുണ്ടോ? അലേക്ക് നിങ്ങളുടെ വാപ്പ കബറിൽ കിടപ്പുണ്ടല്ലോ. വെള്ളിയാഴ്ച എപ്പോഴെങ്കിലും പോയി ഒരു യാസീൻ ഓതും. തിരക്കായി പോയില്ല എല്ലാവർക്കും, ഞങ്ങൾക്കൊക്കെ വലിയ തിരക്ക. വാപ്പാന്റെ കബറിൽ പോയിട്ട് ഒരു യാസീൻ ഓതാൻ സമയമില്ല. പള്ളിക്കാട്ടിൽ കൂടെ പോകുമ്പോഴേ അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമിൽ മുഅ്മിനീൻ,
ഇന്ന ഇൻഷാ അല്ലാഹു ബിക്കും. ഒരു സലാം പറയാൻ സമയമുണ്ട്. നമ്മളൊക്കെ ഇങ്ങനെ ആയിപ്പോയി. അള്ളാഹു നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. ഇനി എന്ന് നന്നാകാനാ? റമളാൻ വന്നിട്ട് നന്നാവാത്തവൻ ഇനി ഒരിക്കലും നന്നാവൂല. ഇന്ന് നന്നായില്ലെങ്കിൽ നമ്മളിനി നന്നാവൂല. ഏറ്റവും കൂടുതൽ ഉപദേശം മനസ്സിൽ സ്വാധീനിക്കുന്ന സമയമാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ജീവിതം റമളാനാണ്. ഇനി അടുത്ത ദിവസം ഉണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല, നിങ്ങൾക്ക് ഉറപ്പില്ല. അതുകൊണ്ട് നന്മകൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കാൻ പരിശ്രമിക്കും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കരഞ്ഞോ നീ? നിന്നെ കൊണ്ട് പറ്റുന്ന അത്ര കര. ആരും കാണണ്ട. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കരഞ്ഞോ? അള്ളാഹിനോട് കരഞ്ഞിട്ട് ചോദിച്ചു വാങ്ങ. എന്ത് വേനുണ്ട് പറ.